ഞങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ടാവുകയാണ്. അതിനു മുമ്പ് ടയർ പ്രഷർ, കൂളൻ്റ്, ഓയില്, റേറ്റ് ഓയില് ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് വണ്ടി ടോട്ടലി ഒന്ന് ചെക്ക് ചെയ്ത് തുടച്ച് എല്ലാം വൃത്തിയാക്കി ഇനി ഞങ്ങൾ യാത്ര തിരിക്കുകയായി. ആണ് ഹൈദരാബാദിൽ നിന്ന് പോകുന്ന 50 കിലോമീറ്ററിന് മേളിലായി. അപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് മഴ ചാറ്റി. ഇപ്പം നമ്മൾ ആന്ധ്രയുടെ ലാസ്റ്റ് എൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കർണാടകയിലേക്ക് കയറും. ബാംഗ്ലൂരിന് ഇനി 300 കിലോമീറ്റർ ഉണ്ട്. ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ്സിനും KSRTC എന്നാണ്. വിൻഡ് മില്ലാണ് ഈ കാണുന്നത്. നമ്മൾ ബാംഗ്ലൂർ ടച്ച് ചെയ്യാതെ ഹൊസൂറിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഹൊസൂറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുപത്തെട്ട് കിലോമീറ്ററോളം ഉണ്ട്. കൃഷ്ണഗിരിക്കാണ് ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. NH44 കൂടി തന്നെ. ഇതിനു മുമ്പ് ഒരു 10-60 കിലോമീറ്റർ ബാംഗ്ലൂർ കയറാതെ ഒരു 10-70 കിലോമീറ്ററോളം ഞങ്ങൾ ഈ ചെറിയ വഴി വന്ന്, ഏത് വഴിയാ അബദ്ധം പറ്റിപ്പോയതാണോ എന്താണെന്നൊന്നും അറിയത്തില്ല, ആ റൂട്ടിൽ കൂടി വന്ന് ഇപ്പോൾ വന്ന് NH44 കയറി ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ മുമ്പ് ഇപ്പൊ കൃഷ്ണഗിരി എത്താറായി. തമിഴ്നാട്ടിൽ കയറിയ ശേഷം ആദ്യത്തെ ടോളാണ്. ഞങ്ങൾ 4-ാമത്തെ ദിവസം രാവിലെ 5 മണിയായപ്പോഴേക്ക് ഇറങ്ങി.
രാത്രിക്ക് അവിടെ ഒരു MGM എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ്, AC റൂമിലാണ് നിന്നത്. 2500 രൂപയായിരുന്നു റേറ്റ്. അത് കഴിഞ്ഞ് ഇപ്പം രാവിലെ വണ്ടിയെല്ലാം തുടച്ച് വണ്ടി ചെക്ക് ചെയ്തു, എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് രാവിലെ ഇപ്പം കറക്റ്റ് 5:03 ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. ഇനി ഏകദേശം 460 കിലോമീറ്റർ ഉണ്ട് കൂത്താട്ടുകുളം. തമിഴ്നാട്ടിൽ കയറിയ ശേഷം രണ്ടാമത്തെ ടോൾ പ്ലാസ എത്തി. 120 രൂപയാണ് ഇവിടെ. ഞങ്ങൾ ഇനി ഈറോഡിൽ എത്തി. ഇവിടെ ശരവണ ഭവനിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നല്ല അടിപൊളി, ഇന്ന് വരെ കഴിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഇതിന് പുറകോട്ടുള്ളതിൽ ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് കഴിച്ചത്. ഞങ്ങൾ മസാല ദോശയാണ് കഴിച്ചത്, എങ്കിലും നല്ല സൂപ്പറായിരുന്നു. കോഫിയും ഇത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് പാലക്കാട്. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയിരിക്കുകയാണ്. ലുലു ഹൈപ്പർ മാർട്ട്, ലുലു മാൾ. ഇപ്പം സമയം 12:30 കറക്റ്റ്. ഞങ്ങൾ തൃശ്ശൂരിൽ കൂടി പോവുകയാണ്. തൃശ്ശൂർ ക്രോസ് ചെയ്തു, തൃശ്ശൂർ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്കമാലി എത്തി. അങ്കമാലിയിൽ നിന്ന് ഇനി 1 മണിക്കൂറത്തേയും കൂടി യാത്രയുണ്ട്. 2590 കിലോമീറ്ററായി. ഞങ്ങളങ്ങനെ മൂവാറ്റുപുഴ എത്തി. ഡൽഹിയിൽ നിന്ന് നെൽസൺ ചേട്ടൻ, ഞങ്ങൾ ഇപ്പം ഈ വഴിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന ഒരു ചേട്ടനുണ്ട്. പുള്ളിയുടെ ഒരു ഫ്രണ്ടിന് ഒരു താക്കോല് കൊടുക്കണമായിരുന്നു ഒരു വണ്ടിയുടെ. ഞങ്ങൾ മൂവാറ്റുപുഴയെല്ലാം കഴിഞ്ഞു. ഇപ്പം കൂത്താട്ടുകുളത്തിന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 12 കിലോമീറ്ററേ ഉള്ളൂ ഇനി. ഞങ്ങളങ്ങനെ കൂത്താട്ടുകുളം എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വെറും 10 കിലോമീറ്ററേ ഉള്ളൂ. 10 കിലോമീറ്ററിന് വീട്ടിലെത്തും. 3 ദിവസം മുമ്പാണ് പുറപ്പെട്ടത്. ഇന്ന് 4ാമത്തെ ദിവസം പകുതി ദിവസമായി. നിങ്ങൾ പോരുകയാണെങ്കിലും 3ാമത്തെ ദിവസം വൈകുന്നേരം വേണമെങ്കിൽ എത്താം. എല്ലാ ദിവസവും പക്ഷേ ഒരു 900 കിലോമീറ്റർ ഓടിക്കണം. ഞങ്ങൾ 750 കിലോമീറ്റർ 800-നും ഇടയ്ക്കായിട്ട് നിർത്തി ഞങ്ങൾ എല്ലാ ദിവസവും. എന്നാന്ന് പറഞ്ഞാൽ 6 മണിക്ക് ശേഷം ഞങ്ങൾ വണ്ടി ഓടിക്കാൻ നിന്നില്ല. എല്ലാ ദിവസവും 6 മണിക്ക് ഓടിക്കാൻ നിർത്തും. വൈകുന്നേരം രാവിലെ 5 മണിയാകുമ്പോൾ 3 സ്ഥലത്തുനിന്നും പുറപ്പെട്ടതായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഉച്ചയ്ക്ക് ഇപ്പം 2 മണിയായി. 2 മണിയായപ്പോഴേക്ക് എത്തിച്ചേർന്നു. ഇന്നലെ ഞങ്ങൾ 2 മണിയോടുകൂടി വീട്ടിലെത്തി. വീടൊക്കെ മുഴുവൻ ഒന്ന് നല്ലോണം ക്ലീനാക്കി. അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ ചെടികൾ മാവ, പ്ലാവ്,
ചാമ്പ, ഇതിനൊക്കെ വെള്ളം ഒഴിച്ച് വീണ്ടും ഇന്ന് രാവിലെ വീണ്ടും വെള്ളം ഒഴിക്കുകയാണ്. ഒത്തിരി കാലമായിട്ട് വെള്ളം ഒഴിക്കാമെന്ന് ഉണങ്ങിയ മട്ടാണ്. അപ്പോൾ ഇന്നലെ വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഇതിന് നല്ല ആരോഗ്യം അങ്ങനെയെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇനി നമ്മുടെ ഡൽഹി ടു കേരള ട്രിപ്പ് ഇവിടെ അവസാനിക്കുന്നു. ഇനി എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ ഷോർട്ട് വീഡിയോകളിൽ ഞാൻ ഇടുന്നതാണ്. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്. താങ്ക് യു.